സോ രേഷ്മ, ഏവിയേഷൻ ജേർണിയിൽ നിന്ന് എങ്ങനെയാണ് ലൈഫ് കോച്ചിങ് ജേർണിയിൽ എത്തിപ്പെട്ടത്? ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജേർണി എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് സ്റ്റോറി തന്നെയാണ്. ഇപ്പം ആസ് എ ലൈഫ് കോച്ച് ഡോക്ടർ സൈറയ്ക്കും അറിയാം, നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു USP ക്രിയേറ്റ് ആവണമെങ്കിൽ നമുക്ക് അതിനകത്തൊരു വലിയ സ്റ്റോറിയാണ്. എൻ്റെ ലൈഫിൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് 14th ഏജിലാണ്. 14th ഏജ് മുതൽ എൻ്റെ ലൈഫിലുണ്ടായ ഓരോ ഡ്രോബാക്സും ഓരോ കാര്യങ്ങളുമാണ് എന്നെ ലീഡ് ചെയ്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഏവിയേഷൻ ഫീൽഡിലോട്ട് പോയി. പക്ഷെ നമുക്ക് എവിടെയും ഒരു സാറ്റിസ്ഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സാറ്റിസ്ഫിക്കേഷൻ ഫാക്ടർ ഏവിയേഷനിൽ കിട്ടിയില്ല. ഒരുപാട് കോഴ്സ് ഏവിയേഷനിൽ ചെയ്തിട്ട് പോലും ഒരു സംതൃപ്തി അതെനിക്ക് ഏവിയേഷൻ ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടില്ല. സോ ഞാൻ എമിറേറ്റ്സിൽ, എയർ ഇന്ത്യ സാറ്റ്സിൽ എമിറേറ്റ്സ് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് വീണ്ടും സൈക്കോളജി കൂടുതലായിട്ട് പാഷനേറ്റ് ആയി. ഇൻ ബിറ്റ്വീൻ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് എല്ലാ കാര്യങ്ങളൊക്കെ ലൈഫിൽ വന്നു. അതെന്നെ എപ്പിലെപ്സി അസുഖത്തിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഒന്നിൽ കൂടി മൾട്ടിപ്പിൾ ടൈംസ് എപ്പിലെപ്സി ഉണ്ടാവുക, ബോഡി ഭയങ്കരമായിട്ട് വീക്കാവുക. ഈവൻ ഇഫ് എൻ്റെ ഒരു 27-28 ഏജിൽ വളരെ ഡിഫെൻസ് ആയിട്ട് എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടായി. ലൈഫ് ഇനി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത സ്ഥലത്തോട്ട് പോയി. ആ സ്ഥലത്ത് വെച്ചിട്ട് ഒരു ദൈവത്തിന്റെ സ്പർശം പോലെയാണ് ഞാൻ ഡോക്ടർ ലിസി ഷാജഹാനെ കാണുന്നത്. പുള്ളിക്കാരിയെ കാണുകയും എന്താ ലൈഫ് കോച്ച്, അതിന് മുന്നേ തന്നെ നമ്മുടെ കൊറോണ സമയം തൊട്ട് ലൈഫ് കോച്ച് എന്ന് പറയുന്ന ടേം കൂടുതലായിട്ട് അറിയപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലോട്ട് എത്തിയത് അങ്ങനെയാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ തീരുമാനം, ഡിവൈൻ പ്രസൻസ് ആയിരുന്നു അതിന് കാരണം. അങ്ങനെയാണ് ഞാൻ ശരിക്കും കോച്ചിങ് സൈഡിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പം സ്വന്തമായ ഒരു അനുഭവം കൊണ്ടാണ് എത്തിപ്പെട്ടത്. രേഷ്മയ്ക്ക് ഈ അടുത്തൊരു ഗ്രോത്ത് പാർട്ട്ണർ അവാർഡ് കിട്ടിയല്ലോ, അതിനെപ്പറ്റി ഒരു 2 വാക്ക് സംസാരിക്കാം. ശരിക്കും ഡിവൈൻ ബ്ലെസ്സിങ് ആണെന്ന് വിചാരിക്കുന്നു. വൈ? ബിക്കോസ് നമ്മളൊരു യൂണിറ്റിൽ പഠിക്കാൻ ചേരുക, ആ യൂണിറ്റിന്റെ ഒരു ഭാഗമാവുക, ആ യൂണിറ്റിൽ നിന്ന് 2 തവണ അവാർഡ്, കഴിഞ്ഞ തവണ എനിക്ക് ബെസ്റ്റ് ലൈഫ് കോച്ച് അവാർഡ് കിട്ടി ദുബായിൽ വെച്ച്, ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം. ഇത്തവണ ഗ്രോത്ത് പാർട്ട്ണർ അവാർഡ് കിട്ടി. ആക്ച്വലി ഇതിന് എനിക്ക് എൻ്റെ മെന്ററിനോടാണ് ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ യൂണിവേഴ്സിനോടാണ്. വൈ? ബിക്കോസ് ഈ പ്രോസസ് എൻറ്റയർലി ആ ഡിവൈൻ ബ്ലെസ്സിങ് മാത്രമായിരുന്നു. പിന്നെ എന്തിനാണ് ഈ ഗ്രോത്ത് പാർട്ട്ണർ അവാർഡ് എന്ന് വെച്ചാൽ, നമുക്ക് ഒത്തിരി ആളുകളെ പുറത്ത് കമ്മ്യൂണിറ്റി ബേസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ നല്ല ലൈഫ് കോച്ചുകളെ വാർത്തെടുക്കാൻ ഒപ്പം നിന്നവരാണ്. സോ കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക, എക്സ്പീരിയൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റി. സോ അതാണ് എനിക്ക് ബേസിക്കലി ഗ്രോത്ത് പാർട്ട്ണർ അവാർഡിനെ പറ്റി പറയാനുള്ളത്. ആസ് ഐ നോ യു ആർ എ സ്പെഷ്യലൈസ്ഡ് മാനിഫെസ്റ്റേഷൻ കോച്ച്. ബേസിക്കലി ഈ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വിവരിക്കാം. ശരിക്കും മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ആവുന്നത് നമ്മുടെ ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആയാൽ മാത്രമാണ്. ഫസ്റ്റ് നമ്മുടെ ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആവണം. സെക്കൻഡ്ലി നമ്മൾ എന്തിനും നന്ദിയുള്ളവരാവണം, പ്രത്യേകിച്ച് യൂണിവേഴ്സിനോട്. നമ്മൾ എണീക്കുന്നതിന്, ഇരിക്കുന്നതിന്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതിന്, ഈവൻ ഇഫ് നമ്മുടെ സ്മൈൽ, നമ്മുടെ ഹെൽത്ത്, ഇതിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ്. ശരിക്കും പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ കീ വേർഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ. ഇഫ് എ പേഴ്സൺ ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ്, ഓവർവീമിംഗ് ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവർക്കെല്ലാം പെട്ടെന്ന് നടക്കും. നമുക്ക് തന്നെ സുപരിചിതമായി അത് കാണാം. പിന്നെ കണ്ടിന്യൂസ് പ്രോസസ് ഉണ്ട് മാനിഫെസ്റ്റേഷനിൽ. ഫിയർ ആൻഡ് ഡൗട്ട് കയറി വന്നാൽ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ വർക്കാവില്ല. നമ്മൾ എത്രത്തോളം അതിൽ ഇന്റൻസീവ് പാർട്ടായി നമ്മുടെ തോട്ട്സിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതിൽ എത്ര ഇൻസ്പയർഡ് ആക്ഷൻസ് എടുക്കുന്നു, അതനുസരിച്ചാണ് മാനിഫെസ്റ്റേഷൻ എപ്പോഴും ഒരാൾക്ക് വർക്കാവുന്നത്. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക ലൈഫിൽ എല്ലാ സമയവും. സോ രേഷ്മ, ബേസിക്കലി എന്താണ് അല്ലെങ്കിൽ ആരാണ് ഒരു നല്ല ലൈഫ് കോച്ച്? നല്ലൊരു ചോദ്യമാണ് ഡോക്ടർ സൈറ. ആക്ച്വലി ഈ ചോദ്യത്തിന് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ശരിക്കും ഞാനും ലൈഫ് കോച്ചെന്ന് തിരക്കി തുടങ്ങിയ സമയത്ത് എനിക്കും സംശയമായിരുന്നു, കൗൺസിലിംഗ് ആണോ അല്ലെങ്കിൽ സൈക്കാട്രി, സൈക്കോളജിക്കൽ ബേസിക്സ് ആണോ, കോച്ചിങ് റിഗാർഡിങ് എന്താന്ന് സംശയം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു കോച്ച് എന്ന് പറയുമ്പോൾ എൻ്റെ മെൻറ്റർ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. എപ്പോഴും എൻ്റെ മെൻറ്റർ പറയുന്ന കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് ടീം തോറ്റവരെ വീണ്ടും കളിക്കാൻ വിളിക്കും, എന്നാൽ അതിന്റെ കോച്ചിന് ഒരിക്കലും എന്ത് ചെയ്യില്ല, റിപ്പീറ്റഡ്ലി ആ ഒരു പോസ്റ്റിന് വയ്ക്കത്തില്ല. സോ ഒരു കോച്ച് എന്താണെന്നുള്ള ഒരു ചെറിയ ഇതാണ് പറഞ്ഞത്. കഴിഞ്ഞ തവണ ഞങ്ങളുടെ കൺവോക്കേഷൻ ടൈമിന് അവിടുത്തെ വന്നിരുന്ന ഒരു ചീഫ് ഗസ്റ്റ് എന്താണ് ഏറ്റവും നല്ലൊരു ലൈഫ് കോച്ച് എന്ന് ചോദിച്ചാൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയും. അതിനെ അക്കൗണ്ടബിലിറ്റി എന്നാണ് പറയുന്നത്. നമുക്കൊരു പേഴ്സണിന്റെ സ്റ്റക്ക് അവസ്ഥയിൽ ആ പേഴ്സണിന്റെ കൂടെ നിന്ന് അക്കൗണ്ടബിൾ ആയി നിന്ന് ഓരോ സ്റ്റെപ്പും ആ വ്യക്തിയുടെ മുന്നോട്ട് പോവേണ്ട ജീവിത സാഹചര്യത്തെ ഒന്നുകൂടി ക്രമീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ലൈഫ് കോച്ച് എന്ന് പറയുന്നത്. ഈ അതിന് ഒരു 3-4 പാറ്റേൺസ് ഉണ്ട്. നമുക്ക് സ്പിരിച്വൽ അലൈൻമെന്റിൽ നടക്കും, പിന്നെ അവരുടെ ഹാബിറ്റാറ്റ് അലൈൻമെന്റ് ഉണ്ട്. അത് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. പലരും പല പ്രിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ് അല്ലെങ്കിൽ കുറേ അധികം പ്രശ്നങ്ങൾ, ലൈഫ് സ്പാൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സ്റ്റക്കായിരിക്കുന്നിടത്ത് ഇല്ല ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും എന്ന് വളരെ പോസിറ്റീവായിട്ട് വളരെ ആത്മാർത്ഥതയോടെ അവരുടെ കൂടെ നിൽക്കുന്നതാണ് നല്ലൊരു ലൈഫ് കോച്ച്.
രേഷ്മ ശരിക്കും ലൈഫ് കോച്ച് രേഷ്മ എന്നല്ല അറിയപ്പെടുന്നത്, തോട്ട്സ് ഓഫ് കൃപ എന്നാണ്. എന്താണ് അതിന്റെ ആ ഒരു നെയിമിന്റെ സിഗ്നിഫിക്കൻസ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലൈഫ് കോച്ച് ജേർണി എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്ന പോലെ ഭയങ്കര എളുപ്പം ഒരു ഡിഗ്രി പേപ്പർ പോലെയല്ല. നമ്മുടെ ജേർണി ഈസ് വെരി ടഫ് ആൻഡ് ഹാർഡ്. നമ്മൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്ത പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നു, വിഷ്വലൈസേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. നമുക്ക് ടാസ്കുകളുണ്ട്. നമുക്ക് നെയിം ഇടണം, നമ്മളൊരു എന്റർപ്രൈനർ സൈഡിൽ നെയിം ഇടണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓൾ ടൈം ഡിവൈൻ കണക്ഷൻ വളരെ കൂടുതലാണ്. കാരണം 14 വയസ്സിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, എൻ്റെ വലത് കാലം മുറിക്കണം എന്ന് പറഞ്ഞെടുത്ത് മിറാക്കുലസ് പോലെയാണ് എൻ്റെ ലൈഫിൽ ഡോക്ടേഴ്സ് കടന്നു വരികയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുകയും കാലിന് തിരിച്ചു കിട്ടുകയും ചെയ്തത്. അങ്ങനെ തന്നെയാണ് എൻ്റെ ഈ പേരിലും ഉള്ള ഒരു കാര്യമുണ്ടായത്. കാരണം എന്ത് പേര് എൻ്റെ ഒരു ഫോമിന് ഇടണം എന്നുള്ള കാൽക്കുലേഷൻ മൈൻഡ് സെറ്റ് വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡിവൈൻ കണക്ഷൻ ഉള്ള ആളാണ്. ഞാൻ എപ്പോഴും പള്ളികളിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പോകുന്ന ആളാണ്. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് പോയി ഇരുന്നപ്പോഴാണ് എൻ്റെ തോട്ട്സ്, എപ്പോഴും എൻ്റെ തോട്ട്സ് ആണല്ലോ എപ്പോഴും എല്ലാവർക്കും എൻലാർജ് ചെയ്തിരിക്കുന്നത്. ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോസസ്സ് ആയിക്കോട്ടെ, തോട്ട്സിനെയാണ് പിന്നെ അവർ ഡെവലപ്പ് ചെയ്യുന്നത്. ബിലീഫ്, തോട്ട്സ്, ഇമോഷൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സിസ്റ്റമാറ്റിക് വേ ഉണ്ട്. 2 കൃപ എന്ന് പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ജീവിതത്തിൽ സീക്രട്ട് ബുക്ക് പറയുന്ന പോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു വാക്ക് എന്തൊക്കെ ഫലം തരുമെന്ന് ഈ 2 വർഷം കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ എൻ്റെ നെയിം വന്നത് അങ്ങനെയാണ്, തോട്ട്സ് ഓഫ് കൃപ. എല്ലാം ഗ്രാറ്റിറ്റ്യൂഡിന്റെ തോട്ട്സ് കൊണ്ട് തന്നെ ഉണ്ടായതാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വന്ന പേരാണ്.